ഈ സ്വാശ്രയ സമരത്തില് അടികൊണ്ട് കിടന്ന ഒരാളാണ് ഞാൻ. എന്നിട്ട് നേതാക്കന്മാരുടെ മക്കളൊക്കെ പോയി സ്വാശ്രയത്തിൽ പഠിക്കുമ്പോ അത് വ്യക്തി ധാർമ്മികതയേക്കാൾ വാക്കും പ്രവൃത്തിയും ബന്ധമില്ലാത്ത അധാർമിക ജീവിതത്തിന്റെ ഭാഗമാണ്. അതിന് വേണമെങ്കിൽ അങ്ങനെ പറയാം. പക്ഷെ ഒരു അതിനങ്ങനെ പറയാൻ പാടില്ല. നിങ്ങൾ ബഹളം വെക്കല്ല. ഒരു നമുക്ക് പാർട്ടികളുടെ ഒരു കാപട്യത്തിന്റെ പ്രശ്നമുണ്ട്. കാരണം ആ രീതിയിലേക്ക് ആ ചർച്ച പോകേണ്ട ഒരു ആവശ്യമില്ല. കാരണം വ്യക്തികളുടെ ധാർമ്മികതയല്ല. സ്വാശ്രയ സമരം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്തിന്റെ സമ്പൂർണമായ സ്വകാര്യവൽക്കരണത്തിനെതിരായിട്ട് നടന്ന സമരമാണ്. ആ സമരത്തിൽ പങ്കെടുത്ത അല്ലെങ്കിൽ ആ നയപരമായി അതിലെടുത്ത പലരുടെയും മക്കൾ സ്വാശ്രയ കോളേജിൽ പഠിച്ചു. അതുകൊണ്ട് ആ സമരം തന്നെ പറയാൻ പറ്റുമോ? ആ സമരം തന്നെ അങ്ങനെ വ്യക്തിപരമായ ഒരു ധാർമ്മികതയുടെ പ്രശ്നമായി അതിനെ ലഘൂകരിച്ച് കാണുന്നത് വ്യക്തികളല്ലല്ലോ, സാമൂഹ്യ സംഘടനകളുടെ നേതൃത്വത്തിലിരുന്ന് പ്രചോദനം തരുന്ന നേതാക്കന്മാർക്ക് അവരുടെ മക്കൾക്കും കുടുംബത്തിനൊക്കെ ഉള്ള ആ വ്യക്തിപരമായ ധാർമ്മികത എന്ന് പറയുന്നത് അവർ തീരുമാനിക്കും, ഇവരനുസരിക്കും. പ്രവർത്തകർ എന്ന് പറയുന്നത് അടിമകളായിട്ടുള്ള പ്രസ്ഥാനത്തിൽ ഇത് തന്നെയാണ് അവസ്ഥ. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ബാധകമാണ്. നന്ദി, നമസ്കാരം.